Hi students, here we are going to discuss about different types of corrosion. First one is the direct corrosion. What is direct corrosion? It is essentially ordinary chemical attack. It is just an ordinary chemical attack by corrosive solution on a metal. Acid, if there is any presence of an acid എല്ലാം നമ്മളെ മെറ്റൽസിൻ്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാലെല്ലാം ഉണ്ടാകുന്ന ഡയറക്റ്റ് അറ്റാക്കിനെയാണ് ഡയറക്റ്റ് കൊറോഷൻ എന്ന് പറയുന്നത്. ഈ അസിഡിക് സൊല്യൂഷനൊക്കെ മെറ്റൽ സർഫസിൽ വീണ് കഴിഞ്ഞാൽ അത് യൂണിഫോംലി ഡിസോൾവ് ചെയ്യും ആസിഡിൽ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് പറയേണ്ടത്. ഡയറക്റ്റ് കൊറോഡ് ചെയ്യുന്നതാണ്, അതായത് അതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ കൊറോഡ് ചെയ്ത് വരും. Second one is the electrochemical corrosion. എന്താണ് ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഇത് ബാക്കിയുള്ള കൊറോഷനെക്കാട്ടും കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കൊറോഷനാണ്. കുറച്ചും കൂടെ മോസ്റ്റ്ലി നടക്കുന്ന ഒരു കൊറോഷനാണ്. അതായത് ഈ ഒരു ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും എന്ന് പറയുന്നത്. അതിൻ്റെ ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ നടക്കണമെങ്കിൽ ഈ ഈ 4 ഫാക്ടേഴ്സ് നെക്സ്റ്റ് പറയാൻ പോകുന്ന 4 ഫാക്ടേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തത് ദർ ഷുഡ് ബി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് മെറ്റലും സറൗണ്ടിങ് തമ്മിലുള്ളൊരു എന്താ പറയുക പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകണം. പിന്നെ അവിടെ ഒരു പ്രസൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ എന്തായിരിക്കും ആ എൻവയോൺമെൻ്റ് ആയിരിക്കും നമ്മൾ അതിനെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ പിന്നെ എന്ത് ചെയ്യണം, അവിടെ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് രൂപപ്പെടണം. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സെല്ലുണ്ടാകും ആനോഡ് കാത്തോഡ് എന്ന് കുറച്ച് ഫോം ചെയ്തിച്ച് അവിടെ എന്ത് ചെയ്യണം, ഒരു കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ക്ലോസ്ഡ് സർക്യൂട്ട് ഫോം ചെയ്യണം. എന്നാൽ മാത്രമേ ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. എന്നാൽ മാത്രമേ കാഥോഡ് ടു ആനോഡ് ആ ഒരു ഇലക്ട്രോ ട്രാൻസ്ഫറിങ് ഒക്കെ നടന്നിട്ട് അവിടെ കൊറോഷൻ നടക്കുന്നു. പിന്നെ പറയാൻ പറ്റുന്നത് 3 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പറയുന്നത് ഇങ്ങനെ ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ടായാൽ കറണ്ട് പോകുമ്പോൾ ആ ഒരു കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് സംടൈം എന്ത് സംഭവിക്കും, കൂടുതൽ ഹൈഡ്രജൻ വോൾട്ടേജ് കൊണ്ട് എന്ത് ചെയ്യും, ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊണ്ട് അവിടെ ഒരു ഹൈഡ്രജൻ കാഥോഡിക് പോളറൈസേഷൻ നടന്ന് അവിടെ കാഥോഡിക് പ്രൊട്ടക്ഷൻ പോലെ ഒരു ഫോം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ കറണ്ട് സ്റ്റോപ്പ് ആവും. അപ്പം അങ്ങനെ ആ കറണ്ട് സ്റ്റോപ്പ് ആവാൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അവിടെ കൊറോഷൻ സ്റ്റോപ്പായി എന്നാണ് അർത്ഥം. അതുകൊണ്ട് എന്താണ് മെയിൻ്റെനൻസ് അങ്ങനത്തെ ഒരു കാഥോഡിക് പോളറൈസേഷൻ നടക്കാൻ പാടില്ല. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിലാണ് ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ ഫാസ്റ്റായിട്ട് നടക്കുക. പിന്നെ ഇത് ഇലക്ട്രോകെമിക്കൽ കൊറോഷനുള്ള ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് കൊറോഷൻ ഓഫ് മെറ്റൽ ബൈ ലിക്വിഡ് ഗാൽവാനിക് സെൽ. അതെങ്ങനെയാണ് നടക്കുന്നത്? ഈ ഗാൽവാനിക് കൊറോഷൻ എന്ന് പറയുന്നത് 2 ഡിസിമിലർ മെറ്റൽസ് ആർ കോണ്ടാക്ട്. നമുക്കറിയാലോ, ഇങ്ങനെ 2 മെറ്റൽ തമ്മിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന സമയത്താണ് ആ 2 ഡിസിമിലർ മെറ്റൽ കഴിയുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോലൈറ്റ് ബിറ്റ്വീൻ എൻവയോൺമെൻറ്റും കൂടെ ആക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുക, ഗാൽവാനിക് സെൽ ഇതേപോലെ ഇലക്ട്രോകെമിക്കൽ സെൽ രൂപപ്പെട്ടിട്ട് അവിടെ എന്ത് സംഭവിക്കുന്ന കൊറോഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ആണ് ലിക്വിഡ് മെറ്റൽ കൊറോഷൻ. ഹൈ ടെമ്പറേച്ചറിലാണ് ഈ കൊറോഷൻ മെയിനായിട്ട് നടക്കുന്നത്. ലിക്വിഡ് മെറ്റൽ കൊറോഷൻ നടക്കുന്നത് ലിക്വിഡും മെറ്റലും ആയിട്ടുള്ള കോണ്ടാക്ട് ഓൺ ഹൈ കൊറോഷൻ നടക്കുന്നത്. മെയിനായിട്ട് ഹൈ ടെമ്പറേച്ചറിലാണ് ഈ കൊറോഷൻ നടക്കുന്നത്. ഈ കൂളൻറ്റിലെല്ലാം ലിക്വിഡ് പാസ് ചെയ്യും. നമുക്കറിയാം പൈപ്പിൽ കൂളൻറ്റ് നമ്മൾ പല എന്താ പറയുക, നേരത്തെ പറഞ്ഞ റിസർവോയേഴ്സ്, ഹീറ്റ് റിസർവോയേഴ്സ് അങ്ങനത്തേലെല്ലാം നമ്മളൊരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ആ മെറ്റീരിയലിൽ ലിക്വിഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കും. ആ മെറ്റീരിയലിൽ സംഭവിക്കുന്ന കൊറോഷനെ കുറിച്ചാണ് ലിക്വിഡ് മെറ്റൽ കൊറോഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം.
അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇന്നും വേറെയും കുറച്ച് കൊറോഷൻസ് ഉണ്ട്. ഇതൊരു സ്മോൾ ടൈപ്പ് കൊറോഷൻസ് പറയുന്നുണ്ട്. നമുക്കിതിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊറോഷനെ കുറിച്ചിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ അടുത്ത ക്ലാസ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പറയുമ്പോൾ ഏതൊക്കെ പറയേണ്ടത്, കൊറോഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കൊറോഷൻ, ഇലക്ട്രോ കെമിക്കൽ ആൻഡ് ഗാൽവാനിക് കൊറോഷൻ, ലിക്വിഡ് മെറ്റൽ കൊറോഷൻ, corrosion of metals by gases, special corrosion types ഉണ്ട്. gas ഇതിൽ കൊറോഷൻ ഓഫ് മെറ്റൽസ് ബൈ ഗ്യാസസ് എന്ന് പറയുമ്പോൾ മെയിൻലി എന്ത് പറയാം, സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസസോ അല്ലെങ്കിൽ പിന്നെ ഓക്സിജനോ ഒക്കെ പ്രസൻസ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന കൊറോഷനെയാണ് എന്ത് പറയുന്നത്, കൊറോഷൻ ബൈ ഗ്യാസസ്, കൊറോഷൻ ഓഫ് മെറ്റൽ ബൈ ഗ്യാസസ്. ഓക്സൈഡ് ലെയർ ഫോർമേഷൻ ഒക്കെയാണ് അവിടെ നടക്കുക. ഓക്സിജൻ്റെ പ്രസൻസിൽ അയൺ ആവുമ്പോൾ ഓക്സൈഡ് ലെയർ ഫോർമേഷൻ നടക്കും. ആ ഓക്സൈഡ് ലെയറിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് അവിടെ കൊറോഷൻ കാര്യങ്ങളും ഒക്കെ പറയുന്നത്. അപ്പം മെയിനായിട്ട് 4 ടൈപ്സ് ആണ്. അതിന് ഒന്നും കൂടെ നോക്കാം. ഡയറക്റ്റ് കൊറോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കെമിക്കലുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച്മെൻറ്റ് ഈ മെറ്റലിന് വരുമ്പോഴുണ്ടാവുന്ന കൊറോഷനാണ് ഡയറക്റ്റ് കൊറോഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഈ അയണിൻ്റെ ഒക്കെ കേസിലാണ് ആസിഡിൻ്റെ പ്രസൻസിൽ ആസിഡ് ഡയറക്റ്റ് ആസിഡിക് അറ്റാക്കിങ് നടക്കുമ്പോൾ അവിടെ നമുക്കറിയാം H+ റിലീസ് ചെയ്തിട്ട് എന്തുണ്ടാവും, എന്താവും അയൺ 2+ ആവും, H2 ഗ്യാസ് ഇവോൾവ് ചെയ്യും. അപ്പോൾ എന്താണ് അയൺ 2+ ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, അയൺ മെറ്റലായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് 2+ലേക്ക് പോകാന്ന് പറയുമ്പോൾ അവിടെ കൊറോഷനാണ് അല്ലേ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് കൊറോഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഒരു ആ മെറ്റലും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് ഒക്കർ ചെയ്യുന്ന ഒരു കൊറോഷനാണ്. അപ്പോൾ അവിടെ എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ആ എൻവയോൺമെൻറ്റ് തന്നെയാണ്. പിന്നെ അവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വേണം. പിന്നെ എന്താണ്, ആ ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ടായാലും ഇത്രയും കറണ്ട് പാസ് ചെയ്യും. പിന്നെ ആ കറണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് കാഥോഡിക് പോളറൈസേഷനൊക്കെ നടന്നിച്ച് ഹൈഡ്രജൻ ഇവല്യൂഷനും കൊണ്ട് എന്ത് ചെയ്യും, ചിലപ്പം നമ്മുടെ മെറ്റലിൻ്റെ സർഫസ് സ്റ്റേബിളായി പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതില്ലാതാകുമ്പോഴാണ് എന്ത് പറയുന്നത്, മെയിൻ്റെനൻസ് ഓഫ് കറണ്ട് വേണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്ന് കൊറോഷൻ ബൈ ലിക്വിഡ് ഗാൽവാനിക് സെൽ ഫോർമേഷൻ്റെ, പിന്നെ ഗാൽവാനിക് സെൽ കൊറോഷൻ അതെന്താണെന്ന് കൂടുതൽ നമുക്ക് സെയിം ഇലക്ട്രോ കെമിക്കൽ സെല്ല് പോലെ തന്നെയാണ്. പിന്നെ ലിക്വിഡ് മെറ്റൽ കൊറോഷൻ അതെന്ന് പറഞ്ഞാൽ ഈ മെറ്റലിൽ ഹൈ ടെമ്പറേച്ചറിൽ ലിക്വിഡ് ക്യാരി ചെയ്തിട്ടുള്ള പല റിയാക്ഷൻസിലും നടക്കുമ്പോഴുണ്ടാകുന്ന ആ മെറ്റലിൽ നിന്ന് നടക്കുന്ന കൊറോഷനെയാണ് പറയുന്നത്. കൊറോഷൻ ബൈ gases, different gases present in the atmosphere, mainly oxygen ആണ്. ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആണെങ്കിൽ പിന്നെ മെറ്റൽസ് ഓക്സൈഡ് ലെയേഴ്സ് ഉണ്ട്. ഓക്സൈഡ് ലെയേഴ്സ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ എന്തിനാണ്, മെറ്റൽ ഫോം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ കൊറോഷൻ. ഓക്കെ, ദിസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് കൊറോഷൻ. ഒന്നും കൂടെ പറയാം, ഇത് നമ്മൾ കൂടുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊറോഷൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൊറോഷൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് ഓൾറെഡി മെറ്റീരിയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് കമ്മിങ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.